ആരാന്നോ? ഞാൻ ഇങ്ങനെയൊക്കെ കയറി വന്നിട്ട് ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് എന്നെ മനസ്സിലായില്ലേ? മോളൂസ്, അതുകൊണ്ടല്ലേ എനിക്കില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചത് ആരാണെന്ന്. ഏതൊരു ബാലക്കാരിയാ? പാലക്കാരിയോ? വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഞാൻ ശകുന്തള. അയ്യോ, എന്താ വെച്ചാ ഇത്ര ചിരിക്കാ? അയ്യോ, ബോഡി ഷേമിങ് പാടില്ല. എന്നാലും ശകുന്തള എന്നൊക്കെ പറയുമ്പോ ഇച്ചിരിയെങ്കിലും ഒരു എന്തോന്ന്? മറ്റേ എന്താ ശകുന്തളത്തിലെ ശകുന്തള അങ്ങനെയൊക്കെയല്ലേ? അല്ലല്ല, കളിക്കുടുക്കലെ ശകുന്തള. നിനക്ക് എത്ര ശകുന്തള അറിയാം? ഓ മൈ ഗോഡ്, ടെറർ. അല്ല, അതിന് തോഴിമാരും മാനും ഒക്കെ വേണ്ടേ? അതൊന്നും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നാലും ഞാൻ ശകുന്തള ആവത്തില്ലയോ? ചേച്ചി, വണ്ട്. അയ്യോ, ഈ വണ്ട് എത്ര നേരം കൊണ്ട് ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുവാന്നറിയാം. അത് ചിലപ്പോ തേൻ കുടിക്കാൻ വന്നായിരിക്കും ചേച്ചി. ഞാനത് തേൻ കച്ചവടം നടത്തുന്നുണ്ടോ? തേൻ കുടിക്കാൻ എന്റെ കൂടെ വണ്ടി വരുന്നത്? അല്ല, ഇതേലും ഈ പൂവേലിരുന്നിങ്ങനെ. അത് ആ പൂവെന്ന് വെച്ചാൽ ഇത് ഇളക്കി കളയാൻ പറ്റത്തില്ല. ഈ പൂവ് അതിനാ എന്റെ ഭർത്താവുണ്ടല്ലോ ദുഷ്യന്തൻ, പുള്ളിക്കാരനോട് ഞാൻ ഈ പൂവ് ഒന്ന് കെട്ടിത്തരാൻ പറഞ്ഞു. പുള്ളി ഒരു കെട്ടങ്ങോട്ട് കെട്ടിയിട്ട് അത് കടുങ്കെട്ടായി പോയി. ഊരാനും വയ്യ, എടുക്കാനും വയ്യ. മണ്ടാണെങ്കിൽ ശല്യത്തോട് ശല്യവും. അല്ല, ഇപ്പം എന്നാ പ്രശ്നം? എനിക്ക് എന്റെ ദുഷ്യന്തനെ കാണണം. അയ്യോ, ദേ ഇരിക്കുന്ന എന്റെ ദുഷ്യന്തൻ. ഞാൻ ദുഷ്യന്തനല്ല, അല്ലേ? ദുഷ്യന്തനാണോ? അത് ദുഷ്ടന്തൻ ആണോ? ദുഷ്യന്തനല്ലേ? പോരുന്ന എന്റെ കൂടെ. ദുഷ്യന്തനാണോ? ഇല്ല, ഞാൻ വണ്ട. ദുഷ്യന്തനാ? നിങ്ങൾ ആരും അല്ലയോ ദുഷ്യന്തൻ? അയ്യോ, എനിക്ക് എന്റെ ദുഷ്യന്തനെ ഒന്ന് വേണം. ചേച്ചി, അത് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, അത് ചേച്ചിയുടെ പേരാണെന്ന് തോന്നുന്നത്. അവിടെ നോക്കിയതാണോ? ദുഷ്യന്തൻ ആണെന്ന് തോന്നി ചേച്ചി. നോക്കിയേ. ഇതാണോ ചേച്ചി? ഞാൻ ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ സിനിമയല്ലേ? അല്ല, അയ്യോ, ഞാൻ ഗന്ധർവൻ സിനിമയുണ്ട്, അതാ സിനിമ. ഇത് ഞാൻ ഒറിജിനലായിട്ട് ഞാൻ ഗന്ധർവൻ. മാനാവാനും മയിലാവാനും മാക്രിയാവാനും പൊറോട്ട അടിക്കാനാവാനും കഴിവുള്ള ഗന്ധർവൻ. ഒരുന്നോ എന്റെ കൂടെ? ഞാനാരെന്നറിയോ? നിങ്ങളാരാ? ഞാൻ ശകുന്തള, കണ്ണു ആശ്രമത്തിലെ ശകുന്തള. ഏതാ കണ്ണാശുപത്രിയിലെ? കണ്ണാശുപത്രി അല്ല, കണ്ണു ആശ്രമം എന്നാ ഞാൻ പറഞ്ഞേ. ശകുന്തള. കാലിങ്ങനെ പിടിച്ചു വെച്ചേ ആ പട്ടി മുള്ളാൻ നിൽക്കണാര്? എന്താ നോക്കുന്നേ? നിങ്ങളുടെ കാലയില് ഗർഭമനം ഉണ്ടായിരുന്നില്ലേ? അതിന്റെ ചീള് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പിന്നു വെച്ച് കടിച്ച് ഇങ്ങനെ കുത്തിയെടുത്ത് കളയാം. അതുകൊണ്ട് വേണ്ടിട്ട് ഞാൻ നോക്കിയതാ. അതൊക്കെ നേരത്തെ പോയായിരുന്നു. ഒരു അവസരം വെറുതെ കളഞ്ഞു. അതെ, ഇതല്ലെന്നുള്ളത് മനസ്സിലായില്ലേ? ഇതല്ല. അവിടെ വേറെ ആള് വരുന്നുണ്ട്. ഇനി അദ്ദേഹം ആണോ എന്നൊന്ന് നോക്കാവോ? ഇതേത് ഹർഭജൻ സിംഗ് ആണോ? ഹർഭജൻ സിംഗ് അല്ല, ഋഷിരാജ് സിംഗ്. അല്ല, ഋഷ്യശൃംഗൻ. അല്ല, ഋഷ്യശൃംഗൻ എന്താ ഇവിടെ കാര്യം? ഞാൻ എന്റെ വൈശാലി അന്വേഷിച്ചു വന്നു. വൈശാലിയാണോ? അയ്യോ, ഇത് മുറുകിപ്പോയി. ആവശ്യമില്ലാത്ത കാണിക്കരുത്. ഇതാണോ വൈശാലി? അയ്യോ, ഇതൊന്നുമല്ല എന്റെ വൈശാലി. എന്നാ പിന്നെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. വൈശാലി അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ല. ഇക്ക അടുത്ത വലിയ കോമഡിയാണ് വന്ന് നിൽക്കുന്നത്. ഋഷിശൃംഗൻ. വൈശാലിനെ അന്വേഷിച്ചു വന്നതാണ്. അല്ല, നമ്മളെന്താ ഇവിടെ? അല്ല, ശരിക്കും എന്നെ പറ്റി നിങ്ങളൊക്കെ ഇങ്ങനെ സിംഗിൾ ആയിട്ട് വരുന്നത്. ശരിക്കും ഇവരൊക്കെ സാധാരണ പെയറായിട്ടല്ലേ നമ്മൾ കാണാറുള്ളത്. പെയറാവാനുള്ള സമയം ആവുന്നല്ലേ ഉള്ളൂ. ആളെ കണ്ടുപിടിച്ചിട്ടാണല്ലോ സംഭവം നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഒബാമയെ കാണാൻ വന്നതാ. ഒബാമയെ കാണണമെങ്കിൽ അമേരിക്ക പോകണം, അല്ലാണ്ട് ഇവിടെ നിന്നിട്ട്. ഒബാമയല്ലെന്ന്, എന്റെ കാമുകി, എന്റെ ഹൃദയം, എന്റെ കരൾ, എന്റെ ചക്കര മുത്ത ഭാമ. ഭാമയെ കാണാൻ വന്നത്. ഭാമ ഏതാണ്? നമ്മളെ ആക്ട്രസ് ഭാമയെ. എന്റെ കാമുകി ആക്ട്രസ് ആ ഭാമയല്ല, എന്റെ ഭാമ, കഥാപാത്രത്തിലെ ഭാമ, എന്റെ ചരിത്രത്തിലെ ഭാമ. ഹലോ, നമ്മളെന്താ ഇവിടെ? ഞാന് ദുഷ്യന്തനെ അന്വേഷിച്ച് വന്നതാ. ശകുന്തളയാ. പക്ഷേ എനിക്ക് പുള്ളിക്കാരനെ കണ്ട് നല്ല പരിചയം. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ മാലിന്യ തീരത്താ.
മാലിനി തീരത്ത് 97 ഞാനവിടെ മഴ പെയ്ക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും അവിടെ ഞാൻ മഴ പെയ്ക്കും. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ നിങ്ങളാണല്ലോ ഈ മഴ പെയ്പ്പിക്കാൻ നടക്കുന്ന വൃത്തികെട്ടവൻ. 2018 വെള്ളപ്പൊക്കം മുതൽ ഞാൻ നിന്നെ തപ്പി നടക്കുവാ. അവാർഡ് തരാനാണോ? അവാർഡ് തരാൻ നിനക്കിട്ട് 2 ഞാൻ തരാനായിട്ട്. അവിടെ ഇമാതിരി കോമഡി അടിച്ചിട്ടായിരിക്കും ദേവലോകത്തുനിന്ന് ദേവേന്ദ്രൻ നിങ്ങളെ ചവിച്ചിങ്ങോട്ട് വിട്ടത്. അല്ല, ഈ കോമഡി അടിച്ചിട്ടല്ല ദേവേന്ദ്രൻ എന്നെ ചവിട്ടി പുറത്താക്കി. അത് സംബന്ധിച്ച ഞാൻ ഈ ദേവേന്ദ്രന്റെ വീട്ടിൽ നിങ്ങൾ കയറി ചെല്ലുക. ഞാൻ ഈ കൈ നിട്ടടിക്കുന്ന ആളായതുകൊണ്ട് എവിടെ ചെന്നാലും കൈ നിട്ടടിക്കും. ഞാൻ നോക്കുമ്പോ ഈ ദേവേന്ദ്രന്റെ പരി ഉള്ളി ഇങ്ങനെ പുതച്ച മൂടിയിട്ട് ഇങ്ങനെ ആവി പിടിച്ചോണ്ടിരിക്കുക. ഈ കൈ നിട്ടടിക്കാൻ വേണ്ടിട്ട് ഞാൻ പുറകെ നിന്ന് വാരി അങ്ങ് കൂട്ടി ഒരു കറക്ക് കറക്കി 2 കറക്ക് മൂന്നാമത്തെ കറക്ക് കറക്കിട്ട് നോക്കുമ്പോ ദേവേന്ദ്രൻ സത്യമാഷിന്റെ കൂടെ അവിടെ നിൽക്കും. അപ്പൊ ആരെടുത്ത് കറക്കിയത്? പുള്ളിയുടെ ഭാര്യ ആവി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞെന്റെ ഇടക്കേക്കൂടെ ഒരു ശാപം നേരെ അങ്ങനെ വന്നു പെട്ടതാണ്. അങ്ങനെ വന്ന് പെട്ടതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. ഞാൻ അവളെ കിടന്ന് കൈ നിട്ടേണ്ട ആളാ. കൈ നിട്ടേണ്ട ആളാ ഞാൻ. ആയിക്കോട്ടെ. ഗന്ധർവൻ ചേട്ടാ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ് ഈ ഗന്ധർവന്മാരെന്ന് പറഞ്ഞാലേ മറ്റേ ഇവിടെ വരുന്നത് നമ്മുടെ ഭൂമിയിൽ വരുന്നത് നല്ല സുന്ദരിയായ പെൺകുട്ടികളെയൊക്കെ കണ്ട് പ്രേമിച്ച് ലൈൻ അടിച്ച് അവസാനം ചാദിച്ച് തേപ്പും കൊടുത്ത് പോകുന്ന ടീമല്ലേ നിങ്ങള്? അയ്യോ, ഞങ്ങൾ അങ്ങനത്തെ ടീമല്ല. അങ്ങനത്തെ ടീമാണ്. ഞങ്ങൾക്ക് മുമ്പ് വന്ന ആളുകളൊക്കെ ഈ സൈസ് വൃത്തികേട് കാണിച്ചിട്ട് പോയി. ഇപ്പൊ ഞങ്ങൾ ന്യൂജൻ വന്ന ഗന്ധർവന്മാർക്ക് അത് നാറ്റ കേസായിട്ട് മാറി. കുറിച്ച് അങ്ങനെ പറയാറുണ്ട് ഇവിടെ. അല്ല അത് അങ്ങനെ പരക്കെ അങ്ങനെ പറഞ്ഞു വെച്ചാൽ പണ്ടത്തെ ആളുകൾ ചെയ്തു വെച്ചേക്കണെന്നാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്താ ചെയ്യാറ്? ഞങ്ങൾ ചെയ്യാത്ത ഇപ്പം നമ്മൾ മീറ്റൂവിൽ പെട്ടിട്ട് സ്റ്റേഷനിൽ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പെടാത്തത്. അപ്പൊ ചേട്ടൻ അങ്ങനെയല്ല. ഞങ്ങനെയല്ല, ഞങ്ങൾക്ക് നല്ല ഡീസന്റ് ടീമല്ലേ. ഞാനൊക്കെ കേട്ട് വളർന്നേക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് പറ്റി. അങ്ങനെ പറഞ്ഞു ഈ പണ്ടത്തെ ആൾക്കാർ പണിത് വെച്ചിരിക്കുന്ന. അതെ സൗന്ദര്യ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. നിങ്ങൾക്ക് ദുഷ്യന്തനെയും കാണാൻ പറ്റിയിട്ടില്ല, എനിക്ക് വൈശാലിനെയും കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ പേരില് നമുക്ക് ഒരുമിച്ച് കൂടെ. നിങ്ങൾക്ക് എന്റെ വൈശാലി ആയിക്കൂടെ? എല്ലാ കുട്ടിക്ക് താല്പര്യമില്ല. എന്താണ് നിനക്ക്? ഞാൻ ഒരു പെണ്ണിനെ എങ്ങനെയും വളർത്തൊന്ന് ടൂണാക്കി കഴിയുമ്പോൾ അപ്പോഴേക്കും വിളി വരും. ഞാൻ വന്നോളാം, അടുത്ത വെള്ളം വെക്കണ്ട. അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെയാണെങ്കിൽ ഒരുന്നോ എന്റെ കൂടെ? മാനാവാനും മയിലാവാനും ആട്ടും കാട്ടത്തിൽ താജ്മഹൽ പണിയാൻ എനിക്കറിയാം. ഒരുന്നോ എന്റെ കൂടെ? ഈ പുള്ളിക്ക് ഇത് തന്നെയാണോ പണിയോട്? ഇവിടെ ആരെങ്കിലും ഒന്ന് ട്യൂൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതാണ് അലിയിലെ പ്രശ്നം. ഇത് ആരെന്നിത്? ആശാരിച്ചി അശരീരി. അശരീരി അതെവിടെ കേട്ടു? എനിക്കത് കാണിച്ചു തരാമോ? അശരീരിനെ ബിഗ് ജോസൽ പുള്ളിനൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, ഒറ്റ മാത്രമേ കേൾക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടാത്ത കാര്യമല്ലേ നിങ്ങൾ പറ്റുന്നു. ഇത് ഞങ്ങൾക്ക് പോലും കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇങ്ങനെ മേളിലേക്ക് ഇപ്പൊ വരുവാന്നേ എന്നൊക്കെ പറയണ നടക്കുള്ളൂ. ഒന്ന് ശ്രമിച്ചു ചിലപ്പോ നടക്കും. ആണോ? ഹലോ ഹലോ, അത് പുള്ളിക്കാരത്തി വരില്ല. അത് നിങ്ങളുടെ മാമയൊന്നും അല്ലത്. ആവശ്യമില്ലാത്ത. അതെ അശരീരി, ഈ മാറ്റം അതെ ഇവിടെ ഒരു ആങ്കർ ചെയ്യാൻ വന്ന കുട്ടിക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടണമെന്ന്. നേരിട്ടോ? ഒന്ന് ഇവിടത്തോളം വരാൻ പറ്റുമോ? എന്നാ ഞാൻ നേരിട്ട് അങ്ങോട്ട് വരാം. അതെ, ഭയങ്കര വെളിച്ചമൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ച് പോവോ? കണ്ണ് ആളിവിടെ എത്തി. ആള് വരുമ്പോ പതുക്കെ തുറക്കാവുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ ഇതോ? ഇതന്നെ ഇങ്ങനെ ഈ വെള്ളം കോട്ടൺ സ്യൂട്ടും ഒക്കെ പോലെ. എന്റെ മുന്നേ വേണം. ഞാൻ ആശാരി ആശരീതി ഒന്നും അല്ല. ഞാൻ ആംബുലൻസിലെ ഡ്രൈവറാ. നിങ്ങളെ 3 പേരും കൂടി ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്റെ താരന്മാരെ, ഇത് ഋഷ്യശൃംഖലോ ശകുന്തളയോ ഗന്ധർവനോ ഒന്നും അല്ല. ഇത് റീൽ ചെയ്ത് വട്ടായിട്ട് ആശുപത്രി കിടന്ന ടീം. അവിടുന്ന് ചാടി പോകുന്ന ഇവര്. നിങ്ങളെ 3 കൊണ്ട് എന്തെങ്കിലും എന്റെ ജോലി പോകും. ഹലോ അശരീരി, എന്റെ ഭാമ എവിടെ? ഭാമ വണ്ടിക്കകത്തിരിപ്പുണ്ടോ? വൈശാലി ആശുപത്രി വാദിക്ക് ഒരു കുടിൽ കെട്ടി അതിന്റെ അകത്തും ഇരിപ്പുണ്ടോ? അപ്പൊ എന്റെ ദുഷ്യന്തൻ റൂമിന്റെ അകത്തോട്ട്. ശരിക്കും? പിന്നെ വാ, നമുക്ക് പോവാന്നേ. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങൾ പോട്ടെ. സാറേ ഇനി നമുക്ക് റീൽ ചെയ്ത് തകർക്കണം. പിന്നെ